ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എന്താണ് ഇൻഫോർമേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും വരാൻ പോകുന്ന പരീക്ഷയ്ക്കെങ്കിലും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു 2024-25 വർഷത്തെ PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന പാറ്റേണും ഉണ്ട്, ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്സും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരുപാട് നമുക്കൊരു വാസ്റ്റ് സിലബസാണ് ഹിസ്റ്ററിക്കുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കിനി 2025 ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നത് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഒക്ടോബർ 11 കൺഫർമേഷനുള്ള ലാസ്റ്റ് ഡേറ്റ്. തീർച്ചയായിട്ടും മറന്നു പോകാതെ നിങ്ങളെല്ലാവരും അതിന് കൺഫർമേഷൻ കൊടുക്കുക. അപ്പം ഒരു 2.25 മാസം അല്ലെങ്കിൽ ഒരു 3 ജസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 3 മാസം മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി മുന്നേ ഉള്ളത്. അപ്പം അതിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ജനറൽ ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ്, പിന്നെ റിവിഷന് എല്ലാം പഠിച്ചിട്ട് വേണം നമുക്ക് ഈ 3 മാസം കൊണ്ട് എക്സാം ഹാളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാ റിസോഴ്സസോടും കൂടി മൈമെൻറ്റർ PSC ആപ്ലിക്കേഷൻ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്ന് നോക്കാം. അതായത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. അതായത് വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ടും ഓൾമോസ്റ്റ് പുള്ളിയുടെ ജീവചരിത്രം മൊത്തം PSC ചോദിച്ചിട്ടുണ്ട്. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത്. ഏത് വർഷമാണ് തത്വപ്രകാശിക 1914 ശിവയോഗി വിലാസം തുടങ്ങി 1947 ഗാന്ധിജി, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സുകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ വേറൊരു ചോദ്യമായിരിക്കും. അതായത് പുള്ളിയുടെ ഏതൊക്കെയാണ് പുള്ളിയുടെ സംഘടന എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഈ വാഗ്ഭടാനന്ദൻ ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 6-7 ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വർഷം പഠിക്കാനുണ്ട്, വ്യക്തികളെ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ സംഭവങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും ഇതെല്ലാം പഠിച്ച് തറവായിട്ട് പോയാലും ചിലപ്പം എക്സാം ഹാളിൽ നമുക്ക് വർഷങ്ങളൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് അവർ ഇട്ട് തന്നിരിക്കുന്ന ക്ലൂവിൽ പിടിച്ച് കറക്റ്റായിട്ട് ഹിസ്റ്ററിക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഈ പറയുന്ന പോലെ ഓരോ ടോപ്പിക്കും അതിൻ്റെ ഓപ്ഷൻസിൽ നിന്നും അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പ്രവണതയും PSC അടുത്തിടെയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഓപ്ഷനിൽ ചിലപ്പോൾ 4 പേരൊക്കെ ഉണ്ടാവും. ഈ 4 പേരിൽ ആരെങ്കിലും ഒരാളെക്കുറിച്ചായിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ, അതായത് ഞാൻ പറയുന്നത് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ചോദ്യം ചോദിക്കൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തുനിന്ന് ചോദ്യം ചോദിക്കാൻ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, കേരള നവോത്ഥാനത്തിൽ ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. പുള്ളിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, വർഷങ്ങളും, സംഘടനകളും, പ്രസിദ്ധീകരണങ്ങളും, പുള്ളി ആൾക്കാരെ മീറ്റ് ചെയ്ത വർഷങ്ങളും എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടേ നമ്മളിനി എക്സാമിന് പോകാൻ പാടുള്ളൂ. അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം, വാഗ്ഭടാനന്ദൻ റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യന്. വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ച് ഫസ്റ്റ് ചോദ്യം തന്നെ ഇത്രയും അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ്സ് 4 പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. പക്ഷേ ഇത് മാച്ച് ദ ഫോളോയിങ്ങിലാണ്. വൈകുണ്ഠസ്വാമിയുടെ സംഘടനയും വൈകുണ്ഠസ്വാമി, അതായത് ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക എന്നൊക്കെയുള്ള ഓപ്ഷനിലാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും വൈകുണ്ഠസ്വാമിയും എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരള നവോത്ഥാന സമിതി നോക്കി, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഇതിനകത്ത് ഓപ്ഷൻ സഹോദരനയ്യപ്പനുണ്ട്, പണ്ഡിറ്റ് കറുപ്പനുണ്ട്, പള്ളത്തുരാമൻ, വാഗ്ഭടാനന്ദൻ. ഓക്കെ, അടുത്തൊരു ചോദ്യ പേപ്പറിനകത്ത് സഹോദരനയ്യപ്പനെ കുറിച്ച് ചോദിക്കും, പിന്നെ അതേപോലെ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ചോദിക്കും. അപ്പം ഇങ്ങനെ ഓപ്ഷൻസ് വരുന്ന ആൾക്കാരെ നമ്മൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക, അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നോക്കിയേ, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്ന നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട് അല്ലേ? നോക്കിക്കേ, അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം. ഇവിടെയും ആത്മവിദ്യാസംഘം, ഇവിടെയും ആത്മവിദ്യാസംഘം. രണ്ട് രീതിയിൽ ചോദിച്ചു എന്നല്ലാതെ നമ്മുടെ കണ്ടൻ്റൊക്കെ സെയിം ആണ്. ഇവിടെ ആത്മവിദ്യാസംഘമാണ് ചോദിച്ചത്, ഇവിടെ ആത്മവിദ്യാസംഘമാണ് ചോദിച്ചത്. ഇനി കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഏത് ജില്ലയിലാണ് ജനിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്.
അതേപോലെ തന്നെ നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞ വാഗ്ഭടാനന്ദം വന്നു, രണ്ടാമത് പറഞ്ഞ വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ അദ്ദേഹം വന്നു, കുമാരഗുരുദേവൻ, രണ്ടാമത്തെ ഓപ്ഷനിൽ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റിനിൽ പറഞ്ഞ പോലെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ഇതേ കണ്ടോ പണ്ഡിറ്റ് കറുപ്പൻ ഇവിടെയും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ചോദ്യത്തിൽ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുന്ന എക്സാംസിലെല്ലാം കറക്റ്റായിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പം പണ്ഡിറ്റ് കറുപ്പൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, വാഗ്ഭടാനന്ദനുണ്ട്, വി ടി ഭട്ടതിരിപ്പാടുണ്ട്. ഇനി നോക്കി, താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ. ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അയ്യങ്കാളി ഓൾറെഡി നമ്മൾ പറഞ്ഞു, അപ്പോൾ അയ്യങ്കാളിയുടെ വർഷം നമ്മൾ പഠിക്കും, പണ്ഡിറ്റ് കറുപ്പൻ നമ്മൾ പഠിക്കും, അതേപോലെ തന്നെ വാഗ്ഭടാനന്ദം പഠിക്കും. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരു ഒക്കെ നമ്മൾ ജസ്റ്റ് നോക്കി പോകുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ ഇതുവരെ നോക്കാത്ത പൽപ്പു, അതേപോലെ ജി പി പിള്ള, സി കൃഷ്ണൻ, ബാക്കിയെല്ലാം റിപ്പീറ്റഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ചും അയാളുടെ ആ ക്വസ്റ്റിന് തന്നിട്ടുള്ള ഓപ്ഷനെക്കുറിച്ചും നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ള വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ചോദിച്ചിട്ടുള്ളത് മുസ്ലിം നവോത്ഥാന നായകരെ കുറിച്ചിട്ടാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ, അതേപോലെ ദർഹാർ സാഹിബ്, പൊന്നാനി താലൂക്കിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരൊക്കെയാണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അതായത് നമ്മളിത് റിവിഷൻ ലീഗ് വഴി ആ ഒരു സെഗ്മെൻറ്റിലൂടെ കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് പോലെ നിങ്ങൾക്ക് സ്വന്തമായി വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ആൻസർ കീ ഉൾപ്പെടെ പിന്നീട് ഇത് അപ്ലോഡ് ചെയ്യുക, അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ ആൻസർ കീയോട് കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ കേട്ടങ്ങ് പോകും, പക്ഷെ നിങ്ങൾ തന്നെ ആ ക്വസ്റ്റിനൂടെ പോയാൽ മാത്രമേ എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആൻസർ പറയാതെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ളത് വേറൊരു നോട്ടായിട്ട് കീപ്പ് ചെയ്യുക. പഠിക്കുമ്പം അത് കറക്റ്റായിട്ട് ഇനി അതിൽ നിന്നൊരു മാർക്ക് പോകാത്ത രീതിയിൽ പഠിക്കുക. അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നോക്കി കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത മാസത്തെ ഫോളോയിങ് വന്നിരിക്കുന്നതും ആരാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റിപ്പറ്റീഷനാണ്. അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ തന്നെ ഈ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ യോഗക്ഷേമ സഭ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി ചട്ടമ്പി സ്വാമികൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമി ഓൾറെഡി ചോദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഈ ഒരു ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഇനി വാഗ്ഭടാനന്ദനെ കുറിച്ച് വേറെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്താണ് ഡിസ്കസ് ചെയ്ത കാര്യം. 2024-25 എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ, അതായത് പുള്ളിയുടെ ജീവചരിത്രം മൊത്തം നമുക്ക് പഠിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും വ്യക്തികളെക്കുറിച്ച് തീർച്ചയായിട്ടും നവോത്ഥാനത്തിൽ പഠിച്ചിട്ടേ പോകാവുള്ളൂ, മിസ്സാകാനേ പാടില്ലാത്ത ടോപ്പിക്സ് ആണത്. ഇനി ചരിത്ര സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നേതാക്കൾ ആരൊക്കെയാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി കാലഗണനാക്രമം ഓരോന്നും സംഭവിച്ച വർഷത്തിനനുസരിച്ച് ഇത് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ സെഗ്മെൻറ്റിലൂടെ റിവിഷൻ ലീഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം എന്നിവയാണ് ചോദിച്ചത്. ഇതിനകത്ത് ക്ഷേത്രപ്രവേശന വിളംബരവും അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനിലെ കണ്ടന്റും ഒന്ന് തന്നെയാണ്. ഇത് വർഷത്തിനനുസരിച്ച് എഴുതാനും ഇത് ഏത് വർഷമാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് വൺ വേർഡ് ആയിട്ട് ചോദിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ചരിത്ര സംഭവം എന്ന് പറയുമ്പോൾ ഈഴവ മെമ്മോറിയലും നമ്മുടെ മലയാളി മെമ്മോറിയലും ഒക്കെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചി രാജപ്രജാമണ്ഡലം റിപ്പീറ്റഡ് ചോദ്യമാണ്, വൺ വേർഡ് ചോദ്യമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണിത്. പിന്നെ ഐക്യ കേരളം തമ്പുരാൻ, ഇത് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഐക്യ കേരളം തമ്പുരാൻ ആരാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നതെന്നൊക്കെ. അതേപോലെ തന്നെ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്, ഇതൊക്കെ ജസ്റ്റ് ഒരു വട്ടമൊക്കെ ചോദിച്ചിട്ടുള്ള പോയിൻ്റാണ്. പിന്നെ അത് ആ ടോപ്പിക്ക് വിട്ട് കളയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. ഇനി കേരളവുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് അതായത് ഇതിനകത്ത് കേരളവുമായി ബന്ധപ്പെട്ട കലാപങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട്
നോക്കുന്നത്. ഏതൊക്കെ കലാപമാണ് ചോദിച്ചിട്ടുള്ളത്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് കുറിച്യ ലഹളയെക്കുറിച്ചാണ്. കുറിച്യ ലഹളയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കറക്റ്റായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് കലാപം നടന്നത് എന്നാണെന്നും ഇതിൻ്റെ നേതാവ് ആരാണെന്നും കണ്ടോ. ഇവിടെ രാമനമ്പിയാണ് ബ്രിട്ടീഷുകാർ ഇത് അടിച്ചമർത്താൻ നിയോഗിച്ചതെന്ന് കൊടുത്തു, എന്നിട്ട് നേതാവായിട്ട് പാലിയത്തച്ഛനെ കൊടുത്തു. പക്ഷേ കറക്റ്റ് നേതാവ് ആരാണ്? രാമനമ്പിയാണ്. അതാണ് കേട്ടോ, ഇവിടെ പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാറിയും തിരിഞ്ഞുമാണ് ചോദിച്ചിട്ടുള്ളത്. കുറിച്യ കലാപം, കുറിച്യ ലഹളയെക്കുറിച്ച് അതിൻ്റെ വർഷം, നേതാവ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റ് പോലും വിടാതെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അതേപോലെ നോക്കിക്കേ, ഇതിനകത്തും നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? കുറിച്യ ലഹളയാണ്. അതേപോലെ തന്നെ വന്നു വേലുത്തമ്പിയുടെ കലാപം. വേലുത്തമ്പി ദളവ ഒരു ടോപ്പിക്കായിട്ട് വന്നു. പിന്നീട് വന്ന ചോദ്യപേപ്പറിൽ കണ്ടോ, കുണ്ട്ര വിളംബരം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനകത്ത് നോക്കിയേ, മലബാർ കലാപമുണ്ട്, ചാന്നാർ ലഹളയുണ്ട്, കുറിച്യ യുദ്ധമുണ്ട്, വേലുത്തമ്പിയുടെ കലാപമുണ്ട്. ഇതിനകത്ത് വന്നപ്പം കുളച്ചൽ യുദ്ധമായി. കുറിച്യ കലാപം അപ്പോഴും എന്താണ്? വർഷം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്യ ലഹള പഠിച്ചവർക്ക് ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് 1812 എന്ത് നടക്കുന്നത്? കുറിച്യ ലഹള നടക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഓപ്ഷനായിട്ട് വന്നതാണ് ആറ്റിങ്ങൽ കലാപം വർഷം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യപേപ്പർ ചോദ്യമായിട്ട് വന്നത് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്നാണ്. അപ്പം നമ്മൾ ഇതും വെച്ച് ആറ്റിങ്ങൽ റിലേറ്റഡ് ഫാക്ട്സിൽ ഇത് പഠിച്ചിട്ട് പോയാൽ നമുക്കിത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നോക്കിക്കേ, ഇതിനകത്ത് കുണ്ട്ര വിളംബരം വന്നു. അടുത്ത ചോദ്യപേപ്പറിനകത്ത് വന്നത് 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചതാര് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ റിലേറ്റഡ്, ഈ ചോദ്യത്തിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനുത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്താണ് PSC ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ അപ്പുറത്ത് മലബാർ റെബലിയൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ കാണിച്ചു തന്നതാണ്. വാഗൺ ട്രാജഡിയാണ് ചോദിച്ചിരിക്കുന്നത് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ തെറ്റായിരുന്നതുകൊണ്ട് അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ തന്നെ നോക്കിയേ സമരങ്ങളെക്കുറിച്ച് ചോദിച്ചു, ഏത് ജില്ലയിലാണ് നടന്നിട്ടുള്ളത്? ഇതിനകത്ത് കയ്യൂരുണ്ടല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനിയും പഠിക്കുമ്പോൾ ഈ ചോദ്യം എടുക്കുക, ഈ 4 ലഹളകളെക്കുറിച്ചും പഠിക്കുക. ഈ 4 കലാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ സെക്കൻഡ് ഓപ്ഷനായ കയ്യൂരിനെ കുറിച്ചുള്ള ഇവിടെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ റിലേറ്റ് ചെയ്ത് വേണം ഇനി ഹിസ്റ്ററി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഓരോന്നായിട്ട് പഠിക്കാനായിട്ട്. നോക്കിയേ, അടുത്തത് ഇനി തിരുവിതാംകൂറിൽ നടന്ന 1-2 സംഭവങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, ചരിത്ര സംഭവങ്ങൾ. ഇതിനകത്ത് വലിയ റെപ്പറ്റീഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റെപ്പറ്റീഷനൊന്നും വരുന്നില്ല. ഇത് ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചാന്നാർ സ്ത്രീകൾക്ക് മാറിമറിക്കാനുള്ള അവകാശം, ചാന്നാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചാന്നാർ ലഹള നമ്മൾ ഇനി മുമ്പ് കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ അടുത്ത ചോദിച്ചിട്ടുള്ളത് കുളച്ചൽ യുദ്ധമാണ്. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്സിനകത്ത് 4 മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുമ്പോൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമ്മളിനി റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. അങ്ങനെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന പോയിൻ്റാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണെന്നുള്ളത്. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചു. അതും അല്ലാതെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ പ്രീവിയസ് ചോദ്യം ഇത് നമ്മൾ കണ്ടതാണല്ലോ, റീസെൻ്റ്ലി വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അപ്പം ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ മാർത്താണ്ഡവർമ്മ സ്ട്രെസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും പഠിക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് പഠിക്കാനുള്ള വ്യക്തിയാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ കണ്ടു. ഇത് രണ്ടും അല്ലാതെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും മലബാർ രാഷ്ട്രീയ സമ്മേളനം, മലബാർ ജില്ലാ കോൺഗ്രസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞു ടോപ്പിക്കാണ്, അത് നമുക്ക് പഠിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ്. അപ്പം ഇതിനകത്ത് ഏതൊക്കെ സമ്മേളനങ്ങൾ എവിടേക്കാണ് നടന്നത്, എത്ര സമ്മേളനം ഉണ്ടായിരുന്നു, ഏത് വർഷം നടന്നത്, എത്രാമത്തെ സമ്മേളനമാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ അന്ന് രാഷ്ട്രീയ സമ്മേളനത്തിൽ അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഉൾപ്പെടുത്താത്ത വിഷയങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ജനസംഖ്യാനുപാത സംവരണമാണ് എന്ത് ചെയ്തത്? അവർ പ്രതിപാദിക്കാതെ പോയ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആൻസർ പിന്നീട് പറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ പറയാതെ മുന്നോട്ട് പോകുന്നത്. എന്ന് നോക്കിയാൽ സാഹിത്യ സ്രോതസ്സുകളിനകത്തുനിന്ന് PSC പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സ്വദേശീയ പ്രിൻറ്റിംഗ് പ്രസ്സായ സെൻറ്റ് ജോസഫ് പ്രസിൻ്റെ സ്ഥാപകനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആദ്യത്തെ നിഘണ്ടു, അച്ചടിച്ച ആദ്യ പുസ്തകം, അതേപോലെ ഫത്ഹൽ മുബീൻ
എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം കേരള ഹിസ്റ്ററിയിൽ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ ആഗമനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിൻറ്റ്സാണ്. അപ്പം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ 2 ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെക്ഷനും നോക്കി പഠിച്ചേക്കുക. ഇനി വരിക സാഹചര്യം അതിന് പഠിച്ചില്ലെങ്കിൽ കൂടി എല്ലാവരും ആൻസർ എഴുതുന്നൊരു ചോദ്യമാണ്. ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് പണ്ട് തൊട്ടേ ചോദിക്കുന്ന ചോദ്യമാണിത്. അതേപോലെ തന്നെ അല്ലമീനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും വർഷവും എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോവുക. ഇനി നോക്കി, അടുത്തത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ് നോക്കുന്നത്? ഇതിനകത്ത് 3 ചോദ്യപേപ്പറിൽ ഒരേപോലെ ചോദിച്ച ചോദ്യമാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അതായത് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ബുക്കുകളെക്കുറിച്ചാണ് ആദ്യമേ ചോദിച്ചതെങ്കിൽ പിന്നീട് ചോദിച്ചത് ഡയറക്റ്റ്ലി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണെന്നാണ്. ഇത് 2 ചോദ്യവും ഒരേപോലെ തന്നെയാണ്, സെൻറ്റൻസിന് മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ രാജാറാം മോഹൻ റോയ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽപ്പെട്ട ഒരെണ്ണമാണ്. ഇനി അതുപോലെ പുസ്തകങ്ങൾ, ശരിക്കും ഇപ്പോഴും പുസ്തകങ്ങൾ ചോദിക്കുന്നത് കുറവാണ്. നേരത്തെ PSC എന്തായാലും ഒരു ദേശീയ നേതാവിൻ്റെ പുസ്തകമോ പ്രസിദ്ധീകരണമോ PSC എപ്പോഴും ചോദിക്കുമായിരുന്നു. ഇത് നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് കുറച്ച് ക്ലൂസ് തന്നിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന 2 കാര്യങ്ങളാണ്. 1 അവരുടെ ബുക്സും, 2 അവരുടെ സംഘടനകളും. അവരെഴുതിയിരിക്കുന്ന ബുക്സിൻ്റെ പേരറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ബുക്കിൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ അവർ രൂപീകരിച്ച അല്ലെങ്കിൽ അവർ ആരംഭിച്ച ഒരു സംഘടനയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംഘടനകളുടെ പേരും വ്യക്തികളും അതേപോലെ ബുക്കും വ്യക്തികളും നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. നമുക്ക് ഇവിടെ അല്ലെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി നമുക്ക് കറക്റ്റായിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ മീൻസ് ഫ്രീഡം ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഒരുപാട് ചോദിക്കുന്ന ചോദ്യമാണത്. അതേപോലെ തന്നെ ഗാന്ധിയും അരാജകത്വവും ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് കേരള എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം, അതായത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബുക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ട്രെൻഡിനനുസരിച്ച് ചോദ്യം വരുന്നൊരു സെഗ്മെൻറ്റാണ്. കുറേ ക്ലൂസ് തരും, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ബുക്ക് രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ്സിന് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം മൊത്തം അറിയത്തില്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് ഹുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവരുടെ ബുക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ് ഇവരുടെ സംഘടനകൾ. ഇതിനകത്തും അതുപോലെ തന്നെ ബുക്ക് ചോദിച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാം ഇവിടെ വ്യക്തിയെ തന്നിട്ടുണ്ട്, തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാനും ഇവിടെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ കണ്ടുപിടിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ്, ഈ ഒരു ബുക്കിൻ്റെ പേര് അറിയാമെങ്കിൽ തന്നെ പിന്നെ നമുക്ക് താഴോട്ട് ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല, ആളെ നമുക്ക് ഓർക്കാൻ പറ്റും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്, നമ്മുടെ റിവിഷൻ ലീഗിലൂടെ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ട് ബുക്കല്ല ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ചോദിച്ചത്. അപ്പോൾ ഈ സംഘടന ആരാണെന്ന് അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ ഒരു ഡൗട്ടും ഇല്ലാതെ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ഇനിയും കുറച്ചെന്നല്ല ചില വ്യക്തികളുടെ കോഡ്സൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകണം. അതായത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഇതെല്ലാം വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് PSC പ്രീവിയസ് ആയിട്ട് കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇതും നമുക്കറിയാവുന്ന പോയിന്റ് തന്നെയാണ്. അതേപോലെ ഇനി ആർട്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? അതേപോലെ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ഞാൻ പറഞ്ഞു സ്ഥാപകർ, അവരുടെ ആൾക്കാർ, പ്രസിദ്ധീകരണങ്ങൾ, സംഘടനകൾ, ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിപ്പോണം. അതേപോലെ തന്നെ ഒരു വ്യക്തിയെ പഠിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്, ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന് പ്രസിദ്ധീകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസിദ്ധീകരണങ്ങൾ അറിയുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കി, ഇന്ത്യൻ ചരിത്രത്തിൽ എത്ര പഠിച്ചാലും തീരാത്ത എന്നാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യമുള്ള ഒരു സെഗ്മെൻറ്റാണ് ഏതെന്ന് പറയുന്നത് ഗാന്ധിജിയും ചരിത്രവും. ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിനകത്ത് ഒഴിവാക്കാനേ പറ്റത്തില്ല. അപ്പം
ഗാന്ധിജിയും കോൺഗ്രസും പിന്നെ കുറച്ച് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ചോദിക്കുന്ന ഒരു സമ്മേളനമാണ് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. വൺ വേർഡ് പോയിൻ്റായിട്ടും ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം ചോദിച്ചിട്ടുണ്ട്, സൂററ്റ് സ്പ്ലിറ്റ് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റ് ആയ വർഷം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, അതേ നോക്കി ഇവിടെ ലാഹോർ സമ്മേളനം ചോദിച്ചു. ഈ ലാഹോർ സമ്മേളനം എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കതിനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഈ ചോദ്യം കണ്ടിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും, സൂററ്റ് സ്പ്ലിറ്റ് എല്ലാം പഠിക്കും. അതേപോലെ തന്നെ ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷവും മറ്റ് കാര്യങ്ങൾ എവിടെ വെച്ച് ഏത് സമ്മേളനമാണെന്നൊക്കെ പഠിക്കും. ലാസ്റ്റിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസും പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വ്യക്തിപരമായ, അതായത് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്, ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹം എഴുതിയ ആമുഖം അല്ലെ വ്യാഖ്യാനം, അതേപോലെ തന്നെ കേരളം സന്ദർശിച്ച വർഷം, ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത്. 4 ഭാഗത്തു നിന്നുള്ള 4 സ്റ്റേറ്റ്മെൻറ്റാണ് ഗാന്ധിജിയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതായത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്, ഒരു വ്യാഖ്യാനം എഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 അദ്ദേഹം കേരളവുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യം. 4 അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ഉണ്ടായപ്പോൾ അതിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ച ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ഇഷ്ടംപോലെ ചരിത്ര സംഭവങ്ങൾ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും 4 സ്റ്റേറ്റ്മെൻറ്റ് 4 സ്ഥലത്തു നിന്ന് എടുത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വർഷങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇനി നോക്കിക്കേ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള. ഇതിനകത്ത് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്, നമ്മുടെ റിവിഷൻ ലീഗിലൂടെ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അത് നമുക്ക് എളുപ്പം ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നൊരു പോയിൻ്റാണ് ഡു ഓർ ഡൈ എന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി ചോദിച്ചിരിക്കുന്ന 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇവിടെയും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ചോദ്യത്തിൻ്റെ ഓപ്ഷനിലും വന്നിട്ടുണ്ട്. ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നോക്കി, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, ഇത് അവിടുമായിട്ട് ബന്ധപ്പെടാത്ത എന്നാൽ അവരുമായിട്ട് വലിയ അകലമില്ലാത്ത ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്. ഏതൊക്കെയാണ്, നമ്മുടെ ദേശീയ പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അതേപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കും അല്ലേ. ജാലിയൻ വാലാബാഗ് പഠിക്കും, അതേപോലെ തന്നെ ചൗരി ചൗര, ചമ്പാരന്, ഉപ്പ് സത്യാഗ്രഹം എല്ലാം പഠിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് ഉത്തരം എഴുതാം, അതിനപ്പുറത്തെ ചോദ്യത്തിനും ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ മൊത്തം എന്തായിരുന്നു, കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം ഓൾറെഡി നമ്മൾ കണ്ടു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഇനി 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചു. ഇത് എന്തുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ലാഹോർ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ലാഹോർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, അടുത്തത് താഴെ പറയുന്നതിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി, ഗാന്ധി ഇർവിൻ പാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനമുണ്ട്, അതേപോലെ തന്നെ ദ്വിഭരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയ തടവുകാരെക്കുറിച്ചൊക്കെ ഈ ഒരു പോയിൻറ്റ്സിനകത്ത്, അതായത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ വലുതായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി മുമ്പേ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ആദ്യമായി ഗാന്ധിജി കേരളത്തിലെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടല്ലേ. അത് വേറൊരു ചോദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് വൈക്കം സത്യാഗ്രഹമാണോ, ഹരിജൻ ധനസമാഹരണമാണോ, പാലിയം സത്യാഗ്രഹമാണോ, നിസ്സഹകരണ സമര പ്രചരണാർത്ഥമാണോ? അന്നേരം നമ്മൾ അവിടെ ആ ഒരു പോയിന്റിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതാണ് ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നമ്മുടെ ക്യാബിനറ്റ് മിഷന്, അതേപോലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മൗണ്ട് ബാറ്റൻ പ്ലാൻ, അത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ വലുതായിട്ടൊരു
നമുക്കൊരു ഡൗട്ടൊന്നും വരത്തില്ല. എല്ലാ വർഷവും നമുക്കറിയാവുന്ന വർഷങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന വർഷങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് അത് നോക്കുക. PSCയുടെ മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മാച്ച് ദ ഫോളോയിങ്ങിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു നിലവാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യാബിനറ്റ് മിഷനും ക്വിറ്റ് ഇന്ത്യയും മൗണ്ട് ബാറ്റൺ പ്ലാനും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. 4 ഓപ്ഷൻ മാത്രമേ ഇപ്പുറത്തുള്ളൂ. ഇത് നമുക്ക് ഡൗട്ട് വരുന്ന ലീഗിൻ്റെ പാകിസ്ഥാൻ ഡിമാൻഡ്, അത് എപ്പോഴാണ് വന്നത്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്താണ് വന്നത് അല്ലേ. അപ്പോൾ എന്താണ്, നമുക്കത് കറക്റ്റായിട്ട് മാച്ച് ദ ഫോളോയിങ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി വീണ്ടും വന്നിരിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ ചോദ്യങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ചൗരി ചൗര സംഭവമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഓപ്ഷനകത്ത് വന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ഒട്ടുമിക്ക സമയത്തും PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളി ആരാണ്, ഏത് സെക്ഷനിലാണ് അദ്ദേഹം പ്രസിഡൻ്റ് ആയത്, ഏത് വർഷമാണെന്നൊക്കെ റിപ്പീറ്റായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ ചോദ്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഏത് വർഷമാണ്, ഏത് സെക്ഷനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഓർത്ത് വെച്ചിരിക്കണം. ഇത് നമ്മൾ റിവിഷൻ ലീഗിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇനി അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ആദ്യം റിപ്പീറ്റ് ചെയ്ത സെയിം പോയിന്റ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ജാലിയൻ വാല ബാഗ് ചോദിച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ നേരെ ഉണ്ടായ വധശ്രമത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, രണ്ടാം വട്ടമേശ സമ്മേളനം. ഇതെല്ലാം നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് വരുന്ന പോയിന്റ്സുകളൊക്കെ തന്നെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി നോക്കിക്കേ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അന്നേരം പറഞ്ഞിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം വന്നിട്ടുണ്ട്, അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം. അപ്പം നമ്മൾ അറിയാവുന്ന സാധനങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഡേറ്റൊക്കെ എഴുതി നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഓപ്ഷനകത്ത് നിന്ന് നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരിക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്യന്മാർ വന്നതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ച് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. തേഭാഗ കർഷക തൊഴിലാളി ഇന്ത്യയിൽ നടന്ന ഒരു സമരമാണ്, അത് പഠിക്കുക. ഇനി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതാണെന്നും പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്, പിന്നെ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി എന്തായിരുന്നു, അതായത് ബനാറസ് ഹിന്ദു സമ്മേളന വേദി സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ചമ്പാരൻ സത്യാഗ്രഹം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ ചോദ്യത്തിനകത്ത് വന്നു. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915. ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ ഗുരു ഉണ്ട്, അതേപോലെ തന്നെ പങ്കെടുത്ത പരിപാടിയുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തിരിച്ചു വന്ന ആ ഒരു വർഷവും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹോട്ട് ടോപ്പിക്കാണ്. അതേപോലെ തന്നെ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് 1947 മൗണ്ട് ബാറ്റൺ പ്ലാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൗണ്ട് ബാറ്റൺ പദ്ധതിയെക്കുറിച്ച് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നാട്ടുരാജ്യ സംയോജനത്തെക്കുറിച്ച് 1 വേർഡ് ചോദ്യമാണ് വന്നത്, പക്ഷേ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാര്യം പുള്ളിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എന്തെങ്കിലും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനകത്തിലെ അംഗങ്ങൾ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണത്. ഇനി നോക്കിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞ മൗണ്ട് ബാറ്റൻ്റെ പ്ലാൻ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യങ്ങളാണിത്. അതിൻ്റെ കണ്ടീഷൻസ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പിന്നെ നമ്മൾ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. ഇതുപോലത്തെ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നേരത്തെ ചോദിക്കുമായിരുന്നു. ഇനി നോക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എന്തൊക്കെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മളെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. അതായത് ആരൊക്കെയാണ് എവിടേക്കാണ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ ഈ മാച്ച് ദ ഫോളോയിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നാനാ സാഹിബ് എവിടെയാണ് കലാപം നടത്തിയെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നോക്കിക്കേ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയെ വാഴിച്ചത്, അതും അതിനകത്ത് ആ ഒരു സെഗ്മെൻറ്റ് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പഠിക്കുന്നതോടുകൂടി നമുക്ക് ഇതുപോലത്തെ 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കിയേ,
ഇത് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. 1857 വിപ്ലവത്തെ തുടർന്നുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ ഒരു പോർഷനിൽ തന്നെ വരുന്ന കാര്യമാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും നേതാക്കളും പിന്നെ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. പിന്നെ വേൾഡ് ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിനകത്ത് വരുന്ന കോട്സുകൾ, അതിനകത്ത് വരുന്ന രാജാക്കന്മാർ, തത്വചിന്തകന്മാർ, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചരിത്ര സംഭവങ്ങൾ, ഇതൊക്കെ തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത്. റിപ്പീറ്റഡ് ചോദ്യമായിട്ട് കോട്സുകൾ ചോദിച്ചിട്ടുമുണ്ട്. നോക്കി, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, റിപ്പീറ്റഡ് ചോദ്യമാണ്, നേരത്തെ തൊട്ടേ ചോദിക്കുന്ന ചോദ്യമാണ്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായത് ഇതാണ് കോട്സ് ചോദിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഓപ്ഷനാണുള്ളത്. അതേപോലെ തന്നെ ജക്കോബിയൻ ക്ലബ്ബ് ചോദിച്ചിട്ടുണ്ട്. ഏപ്രിൽ തീസിസ്, അത് നമ്മുടെ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് ലോ ചോദിച്ചിട്ടുണ്ട്. ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോയിന്റ്. ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ 4 വിപ്ലവത്തെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, നേരത്തെ നമ്മൾ കണ്ട 4 ചോദ്യങ്ങളെ കൂടാതെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് അപ്പുറത്തെ ചോദ്യത്തിനകത്ത് റിപ്പീറ്റ് ചെയ്ത അതേ പോയിന്റ്സ് തന്നെ എടുത്താണ് ഇപ്പുറത്ത് വീണ്ടും ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ളത് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിനെ കുറിച്ചാണ്. അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടൊരു സംഘടനയാണ് നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് എന്നിവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. അത് വൺ വേർഡ് ചോദ്യമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞ ഈ ഒരു ക്വസ്റ്റിനും ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യത്തിന് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ശരിയാണോ തെറ്റാണോ എവിടെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് ആഭ്യന്തര യുദ്ധവുമായിട്ട് USA അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആഭ്യന്തര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അതേപോലെ തന്നെ നമ്മുടെ ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇതങ്ങനെ റിപ്പീറ്റഡ് അല്ല, UNO ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? നാറ്റോ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്തും നമുക്ക് നാറ്റോ കാണാൻ പറ്റും. അപ്പോൾ നാറ്റോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാറ്റോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. UNOയും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നോക്കിയേ, ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം നേരത്തെ പറഞ്ഞ അതേ ചോദ്യത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? മറ്റൊരു ചോദ്യമാണ് എന്ത്? ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക, മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാം. അടുത്ത എക്സാമിനുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാം എന്ന രീതിയിലാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പാറ്റേൺ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾ തീർച്ചയായിട്ടും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. ഇതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.